ലോറ പെറ്റാല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ അല്ലെങ്കിൽ ചട്ടി തന്നെ, ചട്ടി നല്ല അഴകുള്ള ചട്ടികളിൽ, നല്ല വെള്ള ചട്ടിയിലൊക്കെ വെക്കാൻ ബെസ്റ്റ് സാധനം. ഇത് നമ്മൾ ചൈനീസ് ബുഷ് ഓറഞ്ച് ആണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്കൊരു ഓൾ സീസൺ വെറൈറ്റി മാവ്, അതായത് ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നിർത്തി കാപിടിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതായത് ഇതാ മെലസ്റ്റോമ പ്ലാന്റ്, അതായത് ഒരുപാട് ഹൈറ്റ് പോകാൻ നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നിർത്തി, അല്ലെങ്കിൽ ചട്ടിയിൽ തന്നെ നല്ലപോലെ നിർത്തി കഴിഞ്ഞാൽ ഇതേപോലെ നിറച്ച് പൂ പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ആശ്രമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് ഇപ്പം ഇത്രത്തോളം സ്റ്റോക്ക് ആയിട്ടുണ്ട്. ലോറ പെറ്റാല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത നമുക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ അല്ലെങ്കിൽ ചട്ടി തന്നെ, ചട്ടി നല്ല അഴകുള്ള ചട്ടികളിൽ, നല്ല വെള്ള ചട്ടിയിലൊക്കെ വെക്കാൻ ബെസ്റ്റ് സാധനമാണ് ഈ കാണുന്ന ലോറ പെറ്റാല. ഇത് പൂ പിടിക്കും, നല്ല മജന്ത കളർ പൂവാണ്. നിങ്ങൾ പലരുടെയും വീട്ടിൽ ഈ സാധനം കാണും. നമുക്ക് ഇതിൻ്റെ ചെറിയ തൈ ഇപ്പം വന്ന ലോഡിൽ നല്ല ബുഷ് പ്ലാന്റ്, ഇതേപോലുള്ള ബുഷ് പ്ലാന്റ് കുറച്ച് വന്നിട്ടുണ്ട്. സമയം പോലെ ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ് കേട്ടോ. അതായത് നമുക്ക് ഇതാണ്ട് ആശ്രമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് ഇപ്പം ഇത്രത്തോളം സ്റ്റോക്ക് ആയിട്ടുണ്ട്. സമയം പോലെ ഇപ്പം ശനി ഞായർ ദിവസം ഒരുപാട് ചെടികൾ നമ്മളിവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാവാവട്ട്, പ്ലാവ്, അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്. അതേപോലെ തന്നെ ഈ കാണുന്ന തൂജ പ്ലാന്റ്, ഇതാണ് ഈ കാണുന്ന തൂജ. അതേപോലെ തന്നെ യുജീനിയ പ്ലാന്റ്. അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ്ട് നാടൻ വെറൈറ്റി റോസ്, നാടൻ റോസുകൾ. ഇതാണ്ട് ഇത് നാടൻ റോസിൻ്റെ കുറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട്. അത് തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതാണ്ട് ഇത് നാടൻ റോസ്. അതേപോലെ തന്നെ ഇത് 7 days റോസ്, അതായത് അറിയാലോ 7 day റോസ് ഒരുപാട് പേര് തിരക്കി കിടക്കുന്നതാണ് 7 days എന്ന് അറിയപ്പെടുന്ന തൈ റോസ്. നല്ല രസമുള്ള റോസാണ്, നല്ല അടിപൊളി. അന്നേരം സമയം പോലെ വരിക. ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റുകളെല്ലാം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ മറക്കാതെ വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് നമ്മൾ ചൈനീസ് ബുഷ് ഓറഞ്ച് ആണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്കൊരു അതിഥി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിപ്പോയി ഗ്ലാസ്സിനകത്ത് നമുക്ക് പിഴിഞ്ഞ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ല സുന്ദരമായ ഒരു ഓറഞ്ചാണ്. അത് പുളിപ്പാണ്, അതിനകത്ത് മധുരമായിട്ട് കുടിക്കാം. അതേപോലെ അല്ലെന്നുണ്ടെങ്കിൽ സോഡയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് കുടിക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഒരു റിഫ്രഷിംഗ് ആണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല ചൂട് സമയത്ത് നമുക്കിത് കട്ട് ചെയ്ത് നാരങ്ങ വെള്ളം പോലെ ഈ ചൈനീസ് ഓറഞ്ച് നമുക്ക് വീട്ടിൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ല പഴവർഗ്ഗങ്ങളിൽ വരുന്നൊരു വെറൈറ്റിയാണ്. പിഴിഞ്ഞ് കുടിക്കാൻ, നാരങ്ങ പോലെ പിഴിഞ്ഞ് കുടിക്കാൻ ബെസ്റ്റാണ്. ഓൾ സീസൺ വെറൈറ്റി മാവ്, അതായത് ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നിർത്തി കാപിടിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതായത് നമുക്ക് നല്ലൊരു പ്രൂൺ ചെയ്തൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പൂത്ത് കായ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ്. എന്നാൽ നമുക്ക് കാഴ്ചയ്ക്ക് ഭയങ്കര കിട്ടുവാണ് സാധനം കാണാനായിട്ട്. കാര്യം ഇഷ്ടംപോലെ പൂങ്കുലകളും അതേപോലെ തന്നെ കായുമായിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കിയോസോ എന്നറിയപ്പെടുന്ന ഈ വെറൈറ്റി പ്ലാന്റ്. അതേപോലെ തന്നെ ഈ കാണുന്നത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ എന്താ പറയുക, നിറച്ച് കായ്ക്കുന്ന ഒരു സ്റ്റാർ ഫ്രൂട്ടാണ്. സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മധുരം, നമ്മൾ 2 ദിവസം മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മധുരം കൂടുതലാണ്, പുളിപ്പ് കുറവാണ്. മെലസ്റ്റോമ എന്നറിയപ്പെടുന്നതാണ് ഈ പ്ലാന്റ്. അതാകുമ്പോൾ വലിയ കെയർ ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളർത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മൾ ഇത് വളർത്തുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം ഓവറായിട്ട് കുറഞ്ഞു പോകാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. പ്ലാന്റ് സർവൈവ് ചെയ്യും.